ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു ആക്ടിവിറ്റി ഡയഗ്രാം എന്താണെന്നും അതിൻ്റെ ബേസിക് കമ്പോണൻസ് കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി ഡയഗ്രാം നൊട്ടേഷൻസ് നോക്കാം. അപ്പോൾ കമ്പോണൻസ് നമ്മൾ ഏതൊക്കെയാണ് കണ്ടത്? ആക്ഷൻ കമ്പോണൻറ്റ് കണ്ടു, ദെൻ ഡെസിഷൻ നോഡ് കണ്ടു, ദെൻ സ്റ്റാർട്ട് നോഡ്, എൻഡ് നോഡ്. ഓക്കെ, ദെൻ ഡെസിഷൻ ഫ്ലോസ് കണ്ടു, കൺട്രോൾ ഫ്ലോസ് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ഡയഗ്രാം നൊട്ടേഷൻസ്. ഒരു ആക്ടിവിറ്റി ഡയഗ്രാം നമുക്ക് വരയ്ക്കണമെങ്കിൽ വി നീഡ് ടു നോ ദ ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ഓഫ് ആക്ടിവിറ്റി ഡയഗ്രാം. സോ ഫസ്റ്റ് വൺ സ്റ്റാർട്ട് സിമ്പിൾ. സ്റ്റാർട്ട് സിമ്പിൾ നമ്മളവിടെ സ്റ്റാർട്ട് നോഡ് എന്ന് പറഞ്ഞ് പഠിച്ചു. സ്റ്റാർട്ട് നോഡ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ആക്ടിവിറ്റി. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ബിഗിനിങ് ഓഫ് ദ process or the workflow in an activity diagram. That is, start symbol is just represented by the black circle. Then activity symbol. Activity symbol means indicates activities that make up a modeled process. അതായത് വേറൊന്നുമില്ല, നമ്മുടെ ആക്ഷൻ, ഇതാണ് നമ്മൾ ആക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കമ്പോണൻറ്റിൽ ആക്ഷൻ എന്ന് പറഞ്ഞ വേർഡ് പഠിച്ചു. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ആക്ടിവിറ്റി സിമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് മേക്ക് അപ്പ് എ മോഡൽ പ്രോസസ്. These symbols, which include short descriptions within the shape, are the main building blocks of an activity diagram. ഈ ഒരു ആക്ടിവിറ്റീൻ്റെ അകത്ത് നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഈ ഒരു എന്താണ് ഈ ഒരു ആക്ടിവിറ്റി ഡയഗ്രാം ചെയ്യുന്നത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഏത് സിമ്പിളിൻ്റെ അത് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി സിമ്പിളിൻ്റെ അത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് കണക്റ്റഡ് സിമ്പിൾ. So first is start symbol, second one is activity symbol, then third one is connector symbol. Connector symbols means it shows a directional flow or control flow of the activity. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ ഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ആരോ മാർക്ക് യൂസ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റിംഗ് ദ കണക്റ്റർ സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റീൻ്റെ ബിഗിനിങ് കാണിക്കുന്നതാണ് സ്റ്റാർട്ട് സിമ്പിൾ. ഇനി എന്തൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി ഡയഗ്രാമിൽ, ആ മെയിൻ ബിൽഡിംഗ് ബ്ലോക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആണ് ആക്ടിവിറ്റി സിമ്പിൾ. ദെൻ ആ ഒരു ആക്ടിവിറ്റിയുടെ ഫ്ലോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്റ്റർ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഇസ് ജോയിൻറ്റ് സിമ്പിൾ ഓർ സിങ്ക്രണൈസേഷൻ ബാർ എന്ന് പറഞ്ഞ് രണ്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ രണ്ട് കൺകറൻറ്റ് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യാം, combines two concurrent activities and reintroduces them to a flow where only one activity occurs at a time. അതായത് രണ്ട് ആക്ടിവിറ്റി കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ആക്ടിവിറ്റിയാണ് അറ്റ് എ ടൈം നടക്കുന്നത്. അതിനെയാണ് ജോയിൻറ്റ് സിമ്പിൾ. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോയിൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് വിത്ത് എ തിക്ക് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ലൈൻ. തിക്ക് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ലൈൻ, അതാണ് ജോയിൻറ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഫോർക്ക് സിമ്പിൾ എന്തായിരിക്കും? ഫോർക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. മറ്റേ രണ്ട് ആക്ടിവിറ്റീസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒറ്റ ആക്ടിവിറ്റി അറ്റ് എ ടൈം ഒക്കർ ചെയ്യുന്നതാണ് ജോയിൻറ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ഫോർക്ക് സിമ്പിളാണ് നമുക്കറിയാം, ഒരു ആക്ടിവിറ്റീനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഇസ് splits a single activity into concurrent activities. ഓക്കെ, അതാണ് ഫോർക്ക് സിമ്പിൾ എന്ന് പറയുന്നത്. സിംബോളൈസ്ഡ് വിത്ത് മൾട്ടിപ്പിൾ ആരോഡ് ലൈൻസിനെ ഫ്രം എ ജോയിൻ, ഒരു ജോയിനിൽ നിന്ന് മൾട്ടിപ്പിൾ ആരോഡ് ലൈൻസ് ആയിട്ട് മാറ്റുന്നതാണ് ഫോർക്ക് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഫിഫ്ത്ത് വൺ. ഫോർത്ത് വൺ ഇസ് ജോയിൻറ്റ് സിമ്പിൾ ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ഫോർക്ക് സിമ്പിൾ. ആൻഡ് സിക്സ്ത് വൺ ഇസ് ഡിസിഷൻ സിമ്പിൾ. ഡിസിഷൻ സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഡിസിഷൻ, കണ്ടീഷൻ വെച്ചിട്ട് ഒരു ഫ്ലോ. ദെൻ ഡിസിഷൻ സിമ്പിൾ എന്ന് പറയുന്നത് ആൻഡ് ഓൾവേസ് ഹാസ് അറ്റ് ലീസ്റ്റ് 2 paths ബ്രാഞ്ചിങ് ഔട്ട് വിത്ത് കണ്ടീഷൻ ടെക്സ്റ്റ്. 2 പാത്തെങ്കിലും ഈ ഒരു ഡിസിഷൻ സിമ്പിളിൽ കാണും. എന്തിനാണ്? ഇൻഡിക്കേറ്റിംഗ് ദ ബ്രാഞ്ചിങ് പാത്ത്. അതാണ് ഡിസിഷൻ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡയമണ്ട് ബോക്സ്. ഓക്കെ, നെക്സ്റ്റ് സെവൻത്ത് വൺ ഇസ് കണ്ടീഷൻ ടെക്സ്റ്റ്. നമ്മൾ ഡിസിഷനിൽ പറയുമ്പോഴത്തേക്കും ആ ഡിസിഷനിൽ നമ്മൾക്കൊരു ഇതിലോട്ട് പോകാൻ നേരത്തെ വി നീഡ് ടു ഗീവ് ദ കണ്ടീഷൻ. ഒരു എന്താണ് കണ്ടീഷൻ കൊണ്ടാണ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷന് വേണ്ടി ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന
ആണ് കണ്ടീഷൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലേസ്ഡ് നെക്സ്റ്റ് ടു എ ഡിസിഷൻ മാർക്കർ ടു ലെറ്റ് യു നോ അണ്ടർ വാട്ട് കണ്ടീഷൻ ആൻഡ് ആക്ടിവിറ്റി ഫ്ലോ ഷുഡ് സ്പ്ലിറ്റ് ഓഫ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഡയഗ്രാം സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ള കണ്ടീഷൻ നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കണ്ടീഷൻ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഓക്കെ, next eighth one is flow final symbol. Flow final symbol means it indicates the end of a specific process flow. This symbol should not represent the end of all flows in activity. ഇതൊരു എൻഡ് സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആക്ടിവിറ്റി തീരുന്ന സിമ്പിൾ അല്ല ഈ ഫ്ലോ ഫൈനൽ സിമ്പിൾ എന്ന് പറയുന്നത്. The flow final symbol should be placed at the end of a single activity flow. ഒരു സിംഗിൾ ആക്ടിവിറ്റി തീരുവാണെങ്കിൽ നമ്മൾ ഫ്ലോ ഫൈനൽ സിമ്പിൾ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫുൾ ഒരു ആക്ടിവിറ്റി തീരുവാണെങ്കിൽ, ഒരു ആക്ടിവിറ്റി ഡയഗ്രാം തീരുവാണെങ്കിൽ നമ്മൾ ഫ്ലോ ഫൈനൽ സിമ്പിൾ അല്ല യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ആക്ടിവിറ്റി ഫ്ലോയിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോ ഫൈനൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എൻഡ് ഓഫ് എ സ്പെസിഫിക് പ്രോസസ് ഫ്ലോ. ഒരു സ്പെസിഫിക് പ്രോസസ് ഫ്ലോ എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഈ സിമ്പിൾ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ എക്സാമ്പിളിൽ പറയും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് എൻ സിമ്പിൾ. എൻ സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് ദ ആക്ടിവിറ്റി. ഇറ്റ് മാർക്സ് ദ എൻഡ് സ്റ്റേറ്റ് ഓഫ് എൻ ആക്ടിവിറ്റി ആൻഡ് റെപ്രസെൻറ്റ്സ് എ കംപ്ലീഷൻ ഓഫ് ഓൾ ഫ്ലോസ് ഓഫ് എ പ്രോസസ്. ആ ഒരു ആക്ടിവിറ്റി ഡയഗ്രാം അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള എല്ലാ പ്രോസസ്സിൻ്റെയും ഫ്ലോസ് കംപ്ലീറ്റ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ സിമ്പിൾ. അതിലുള്ള ഒരു പ്രോസസ് ഫ്ലോവിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോ ഫൈനൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അതിലുള്ള എല്ലാ പ്രോസസ്സിൻ്റെയും സ്പെസിഫിക് ഫ്ലോ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so these are the different activity diagram notations. Okay, കുറച്ച് അഡീഷണൽ ആക്ടിവിറ്റി ഡയഗ്രാം നോട്ടേഷൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് നോട്ട് സിമ്പിൾ മീൻസ് ഇറ്റ് അലോസ് ദ ഡയഗ്രാം ക്രിയേറ്റേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് അഡീഷണൽ മെസ്സേജസ്. ആ ഡയഗ്രാമിന് കൊടുക്കേണ്ടല്ലാത്ത അഡീഷണൽ മെസ്സേജസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഈ നോട്ട് സിമ്പിളിൻ്റെ അകത്താണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ക്ലാരിറ്റി, ഒരു സ്പെസിഫിക്കേഷനൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് സിമ്പിൾ കൊടുക്കുന്നത്. ദെൻ സെൻഡ് സിഗ്നൽ സിമ്പിൾ എന്ന് പറയുമ്പം ഒരു സിഗ്നൽ, ഒരു റിസീവിങ് ആക്ടിവിറ്റിയിൽ ഒരു സിഗ്നൽ സെൻഡ് ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻഡ് സിഗ്നൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ദെൻ റിസീവ് സിഗ്നൽ സിമ്പിൾ മീൻസ് ഡെമോൺസ്ട്രേറ്റ്സ് അക്സെപ്റ്റൻസ് ഓഫ് ഒരു ഈവൻറ്റ് നടന്നു, അപ്പോൾ അതിനൊരു അക്സെപ്റ്റൻസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിസീവ് സിഗ്നൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഒരു ഈവൻറ്റിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫ്ലോ ദറ്റ് കംസ് ഫ്രം ദിസ് ആക്ഷൻ ഇസ് കംപ്ലീറ്റഡ്. ഓക്കെ, ആഫ്റ്റർ ദ ഇവൻറ്റ് ഇസ് റിസീവ് ദ ഫ്ലോ ദറ്റ് കംസ് ഫ്രം ദിസ് ആക്ഷൻ ഇസ് കംപ്ലീറ്റ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസീവ് സിഗ്നൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ഡയഗ്രാം നോട്ടേഷൻസ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ഡയഗ്രാം നോക്കാം. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി ഡയഗ്രാം നോക്കാം. ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു ആക്ടിവിറ്റി ഡയഗ്രാം നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ആക്ടിവിറ്റി ഡയഗ്രാമിൻ്റെ സ്റ്റാർട്ട് സിമ്പിളും വേണം. ഒരു ഫ്ലോ ചാർട്ട് ആകുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ബേസിക്കലി ഇറ്റ്സ് എ ഫ്ലോ ചാർട്ടിന് എന്തുണ്ടാവും? സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ടാവും, എൻഡ് സിമ്പിൾ ഉണ്ടാവും. സിമിലർലി ഇവിടെ അതേപോലെ തന്നെ സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ടാവും, എൻഡ് സിമ്പിൾ ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ട് സിമ്പിൾ നമ്മൾ കൊടുത്തു. ദെൻ എന്താണ്? കൺട്രോൾ ഫ്ലോസ് ഉണ്ട്, കണക്റ്റഡ് സിമ്പിൾസ് ഉണ്ട് അല്ലേ, കണക്റ്റഡ് സിമ്പിൾസ് ഉണ്ട്. ദെൻ ഈ ഒരു റൗണ്ട് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ടിവിറ്റി സിമ്പിളാണ് ഇത് സ്റ്റാർട്ട് സിമ്പിൾ, ഇത് കണക്റ്റഡ് സിമ്പിൾ, ദെൻ ദിസ് ഇസ് ആക്ടിവിറ്റി സിമ്പിൾ. ആക്ടിവിറ്റി സിമ്പിളിൻ്റെ നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്താണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ ആദ്യം അക്കൗണ്ട് ചെക്ക് ചെയ്യണം. അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാനാണോ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ എന്ന് കാണിക്കാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിമ്പിളിൻ്റെ ഒരു പേര് പറയും. അതായത് ഒരു ആക്ടിവിറ്റീനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫോർക്ക് സിമ്പിൾ. ഓക്കെ, നമ്മളിവിടെ പഠിച്ചു അല്ലേ,
ഫോർക്ക് സിമ്പിൾ, അതായത് ഒരു ആക്ടിവിറ്റിയെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെക്ക് അക്കൗണ്ടിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. വിഡ്രോവൽ ആണോ അല്ല ഡെപ്പോസിറ്റ് ആണോ. അപ്പോൾ നമ്മൾ ഫോർക്ക് സിമ്പിളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു ഫോർക്ക് സിമ്പിൾ യൂസ് ചെയ്തു. ഇനി എന്താണ്, ഇനി വിഡ്രോവിൽ നമ്മൾ ഒരു എന്താണ് ഡിസിഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം വിഡ്രോയിൽ ഒരു മിനിമം ഒരു എമൗണ്ട് ഉണ്ടാവണം അല്ലേ വിഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ, അത്ര എമൗണ്ട് ഇപ്പം ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 25,000 കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ അതിൻ്റെ അകത്ത് 15,000 ഉള്ളൂ. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇല്ല, ആ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡിസിഷൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്നും ഒരു ഡിസിഷൻ സിമ്പിൾ യൂസ് ചെയ്യുകയാണ്. ഡിസിഷൻ സിമ്പിളിൽ ഇപ്പം ഇഫ് ദ വിഡ്രോ ഇസ് നോട്ട് അലൗഡ് ആണെങ്കിൽ നോ എന്ന് കൊടുത്ത് നമ്മൾ എന്താണ് ഡിസിഷൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഡിസിഷൻ ടെക്സ്റ്റ് വഴി നമ്മൾ എന്ത് പറയുന്നു, വിഡ്രോ നോട്ട് അലൗഡ്. ഇപ്പം വിഡ്രോ അലൗഡ് ആണെങ്കിൽ അപ്പോൾ അതാണ് എസ്. നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്തില്ല നമ്മൾ ഫ്ലോ ചാർട്ടിൽ, സെയിം തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഇവിടെ. വിഡ്രോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി വിഡ്രോ ചെയ്തു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ തീർന്നു. ഇനി ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പൈസ ഇടാനാണ്, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ബാലൻസ് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സിമിലർലി നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്താൽ നമുക്ക് ഈ ഒരു അക്കൗണ്ടിലോട്ട് തന്നെ പോകണം അല്ലേ. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം രണ്ട് ആക്ടിവിറ്റിയും കൂടി ചേർന്ന് ഒറ്റ ഇതിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ജോയിൻ്റ് ആണ്, അതായത് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും അക്കൗണ്ട് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യണം, അതേപോലെ വിഡ്രോ ചെയ്താലും അക്കൗണ്ട് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യണം. സോ അതാണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ജോയിൻറ്റ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ജോയിൻറ്റ് സിമ്പിൾ മീൻസ് ഇപ്പോൾ രണ്ട് ജോയിൻറ്റ് സിമ്പിളായിട്ടല്ല, എന്നാലും നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താലും വേണം, ഇപ്പം എമൗണ്ട് വിഡ്രോ ചെയ്താലും വേണം. ഓക്കെ, ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആക്ടിവിറ്റി ഫ്ലോ എല്ലാം തീർന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് കൊടുക്കും, എൻഡ് സിമ്പിളായ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതാണ് നൊട്ടേഷൻ എൻഡ് സിമ്പിളിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാങ്കിങ് സിസ്റ്റത്തിൽ. ആക്ടിവിറ്റി ഡയഗ്രാം യൂസ് ചെയ്ത് ബാങ്കിങ് സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അനദർ എക്സാമ്പിൾ ഓഫ് ആക്ടിവിറ്റി ഡയഗ്രാം നോക്കാം. ഒരു ഓർഡറിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയാണ്, അപ്പോൾ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഓർഡറിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഞാൻ ആക്ടിവിറ്റി ഡയഗ്രാമായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓർഡറിനെ പ്രോസസ്സ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഓൺലൈൻ ഷോപ്പിംഗ്, ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട് മിന്ത്ര, ഞാൻ അതിന് ഓർഡർ ചെയ്തു. ഇനി അവിടെ നിന്നുള്ള ആ ഒരു ഓർഡറിനെ പ്രോസസ്സ് ചെയ്യുന്നത്, അതിനെയാണ് ഞാനിവിടെ ആക്ടിവിറ്റി ഡയഗ്രാം വഴി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ ആക്ടിവിറ്റി ബിഗിൻ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സ്റ്റാർട്ട് സിമ്പിൾ കൊടുത്തു. ഇനി എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുക, റിസീവ് ഓർഡർ അല്ലേ. അപ്പോൾ ഓർഡർ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഡർ റിസീവ് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ടിവിറ്റി സിമ്പിളിൻ്റെ അകത്ത് റിസീവ് ഓർഡർ എന്ന് കൊടുത്തു. ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീനെ രണ്ടായിട്ട് പാരലൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഫോർക്ക് സിമ്പിൾസ് വെച്ചിട്ട് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇതിപ്പം ഫോർക്ക് സിമ്പിളാണല്ലേ, ഫോർക്ക് സിമ്പിൾ വെച്ചിട്ട് ഞാനതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫിൽ ഓർഡറും, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബില്ല് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആ ഓർഡറിനെ ഫില്ല് ചെയ്യണം, ഫിൽസ് ആൻഡ് സെൻസ് ദ ഓർഡറും. മറ്റേത് എന്താണ്, ഇൻവോയ്സ് മീൻസ് ബില്ലിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് ഫിൽ ഓർഡർ സൈഡിലാണ് മെത്തേഡ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഓവർനൈറ്റ് ഡെലിവറി അല്ലെങ്കിൽ റെഗുലർ ഡെലിവറി. ഓക്കെ, കണ്ടീഷൻ അനുസരിച്ച് ഓവർനൈറ്റ് ഡെലിവറി ആണോ അല്ല റെഗുലർ ഡെലിവറി ആണോ.
എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, റഷ് ഓർഡറാണ്, അപ്പം പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യണം. അല്ലെങ്കിൽ മറ്റേ നോർമൽ എങ്ങനെ റെഗുലർ ഡെലിവറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് അവിടെ നിന്നൊരു കണ്ടീഷൻ യൂസ് ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഡെസിഷൻ ബോക്സ് യൂസ് ചെയ്തത്. ഇനി രണ്ടും ഓവർനൈറ്റ് ഡെലിവറി ആയാലും റെഗുലർ ഡെലിവറി ആയാലും ഫൈനലി എന്ത് ചെയ്യണം, ഫൈനലി നമുക്കൊരു കണ്ടീഷനിലെത്തും. അപ്പോൾ ഈ രണ്ട് പാരലൽ ആക്ടിവിറ്റീസും, ഇതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഫിൽ ഓർഡർ. ഇനി മറ്റേ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ബിൽ ഇൻവോയ്സ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്യണം, എന്നാലേ ഒരു ഓർഡറിനെ പ്രോസസ്സ് ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫിൽ ഓർഡറാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റിസീവ് പേയ്മെൻ്റ് ആണ്. അപ്പം ഈ രണ്ട് പാരലൽ ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ആ ഓർഡർ ക്ലോസ് ചെയ്യണം. എന്നാലേ നമുക്കൊരു പറയാം ആ ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്തെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ജോയിൻ സിമ്പിൾ, അതുകൊണ്ടാണ് ഇവിടെ ജോയിൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ജോയിൻ സിമ്പിൾ യൂസ് ചെയ്യാൻ മീൻസ് ഇവിടെ നമുക്ക് എന്ത് വന്നു, ജോയിൻ സിമ്പിൾ യൂസ് ചെയ്ത് എന്താണ് രണ്ട് ആക്ടിവിറ്റീസിനും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ആക്ടിവിറ്റിയിലോട്ടാക്കി. അതായത് ഈ രണ്ട് ആക്ടിവിറ്റിയും കൂടെ ജോയിൻ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഓർഡറിനെ ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മീൻസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓർഡർ പ്രോസസ്സ് ചെയ്തെന്ന് പറയുന്നത്. കാരണം ഇപ്പം ഫിൽ ഓർഡർ മാത്രം ചെയ്തു എന്ന് വിചാരിച്ച് നമുക്കൊരു ഓർഡറിനെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും, ഇല്ല. അപ്പോൾ ഈ രണ്ട് പാരലൽ ആക്ടിവിറ്റീസും കൂടെ കമ്പൈൻ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആക്ടിവിറ്റി ക്ലോസ് ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ്. അങ്ങനെ ഓർഡർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആക്ടിവിറ്റി തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടി വി ഹാവ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ആക്ടിവിറ്റി ടു എന്താണ് എൻ സിമ്പിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഓഫ് ദ ആക്ടിവിറ്റി ഡയഗ്രാം. സോ നമ്മളൊരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി ഡയഗ്രാം കണ്ടു, ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആക്ടിവിറ്റി ഡയഗ്രാമും കണ്ടു. ഓക്കെ.